നമസ്കാരം. വാഴക്കാട് ഗ്രാമപഞ്ചായത്തിലേക്ക് പൊതുജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന രീതിയിൽ ഒരു പ്രത്യേക കമ്മിറ്റി ഉണ്ടാക്കി വാഴക്കാട് പഞ്ചായത്തിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതരെ കാണാൻ വന്ന ഒരു സംഘത്തെയാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. എന്താണ് ഇന്നത്തെ ഈ ഒരു വരവിൻ്റെ നിങ്ങളുടെ ഉദ്ദേശം? വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന എടവണ്ണപ്പാറ അതുപോലെ തന്നെ വാഴക്കാട് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റോട്ടിലേക്ക് ഇറക്കി കെട്ടിയ സ്ഥാപനങ്ങൾ അത് പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടി മാർക്കിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് വളരെ മന്ദഗതിയിലാണ് നടക്കുന്നത്. ഇപ്പം തന്നെ എടവണ്ണപ്പാറ നിങ്ങൾ പോയി നോക്കിയാൽ അറിയാം, വാഴക്കാട് റോഡിലാണ് ഇത് നടപ്പിലാക്കിയിട്ടുള്ളത്. ആ സ്ഥലങ്ങളിൽ തന്നെ നമുക്ക് ഇന്ന് രാത്രി നടപ്പിലാക്കിയത് പിറ്റേ ദിവസം ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് എടവണ്ണപ്പാറ അങ്ങാടി തന്നെയാണോ എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. അതിലൊരു ഭിന്നശേഷിക്കാർക്ക് അല്ലെങ്കിൽ കണ്ണ് കാണാത്ത ആളുകളൊക്കെ അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇന്ന് വളരെ പേടിക്കൂടാതെ നടക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ എല്ലാവർക്കും ഒരു കടൻ്റെ ഉള്ളിൽ കയറി നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടും പുറത്തുള്ള വാഹനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നടന്നു പോകുന്ന ആൾക്കാർ കൊണ്ടോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ സാധനങ്ങൾ വാങ്ങാനും നല്ല രീതിയിൽ കച്ചവടം ചെയ്യുന്ന രീതിയിലേക്കാണ് ഇന്ന് വാഴക്കാട് റോഡ് ഉള്ളത്. അതുപോലെ തന്നെ എടവണ്ണപ്പാറയുടെ ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ടുള്ള ഗതാഗതം തടസ്സം നേരിടുന്ന സ്ഥലമാണ് എടവണ്ണപ്പാറ. ഈ എടവണ്ണപ്പാറയിലെ മറ്റു ഭാഗങ്ങൾ വിശിഷ്യ എളമർ റോഡും അതുപോലെ തന്നെ അരീക്കോട് റോഡ്, കൊണ്ടോട്ടി റോഡിലൊക്കെ ഇത് നടപ്പിലാക്കണം. അത് ആവശ്യപ്പെടുന്നതിന് വേണ്ടിയാണ് പഞ്ചായത്ത് പ്രസിഡന്റിനെയും അതുപോലെ തന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അതുപോലെ സെക്രട്ടറിയെ നേരിൽ കണ്ട് ഞങ്ങൾ ഇതിൻ്റെ എല്ലാവിധ പിന്തുണയുമുണ്ട്. നാട്ടുകാർ ഇതിന് എതിരെ പലരും ശബ്ദിക്കുമ്പോഴും നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് ഇതിന് പിന്തുണ അർപ്പിക്കാനാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും. ഇപ്പം ഞങ്ങൾ ഒരു കാർഡ് കണ്ടു. എന്താണ്, വ്യാപാരികൾ പ്രക്ഷോഭത്തിലേക്ക് പഞ്ചായത്തിലേക്ക് വരുന്നത് എന്തിനാണ്? ഒരു നാടിനെയും അതുപോലെ തന്നെ ഭരണ സംവിധാനത്തെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവിടെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവർ വികസനത്തിന് എതിരാണ് എന്നുള്ളതാണ് നമുക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാടിന്റെ വികസനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പൊ വ്യാപാരികളുടെ ഈ പ്രക്ഷോഭം എന്നാണ് നമ്മൾ പറയുന്നത്. ആ രീതിയിലേക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവർ വികസനത്തിന് ഞങ്ങൾ റോഡ് വീതി കൂട്ടിയതിന് എതിരല്ല, ഇറക്കി കിട്ടിയത് അത് പൊളിച്ചു മാറ്റാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇതുപോലുള്ള പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് വരുമ്പോൾ മുന്നോട്ട് വരുമ്പോൾ സാധാരണ ജനങ്ങൾ ഇതിൻ്റെ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങൾ എന്താണ് മനസ്സിലാക്കാൻ കഴിയുക? അടുത്തതായി പൊതുപ്രവർത്തകൻ കൂടിയായിട്ടുള്ള കരീം എളമരം, എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ ഒരു നല്ല പ്രവർത്തനത്തെ ഹൈജാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ചില രാഷ്ട്രീയ പാർട്ടികൾ കളിക്കുന്നുണ്ട്, ചില വ്യാപാരി സംഘടനകൾ കളിക്കുന്നുണ്ട്? എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? എങ്ങനെയാണ് നാട്ടുകാരെന്നുള്ള രീതിയിൽ ഇതിനെ ഈ പഞ്ചായത്തിന് പിന്തുണ നൽകുന്നത്? ഇവിടെ എടവണ്ണപ്പാറ ഗതാഗതക്കുരുക്ക് ഒഴിവാകുന്നതിന് വേണ്ടിയിട്ടും DVF ഡാമിൻ്റെ കൊണ്ടോട്ടി അരീക്കോട് റോഡിൻ്റെ വികസനത്തിനും വേണ്ടിയിട്ട് ഒരുപാട് യോഗങ്ങളും അതുപോലെ തന്നെ കൂടിയാലോചനകൾ നടന്നതിൻ്റെ ശേഷമാണ് ഇപ്പം നടന്നിട്ടുള്ള എടവണ്ണപ്പാടായിട്ടുള്ള ഈ ഒരു കയ്യേറ്റം പൊളിക്കലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അത് ഒരു ആരംഭ ചൂടത്വം പോലെ ഒരു വാഴക്കാട് റോഡ് മാത്രം തുടങ്ങി വെച്ചു. പിന്നെ ബാക്കിയുള്ള റോഡിലൊക്കെ അതിലൊരു മന്ദഗതിയാണ് ഇപ്പോൾ കാണുന്നത്. അതിന് ഏതോ ചില ബാക്ക്ഗ്രൗണ്ടിലുള്ള സമ്മർദ്ദ ശക്തികളുണ്ടോയെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇത് പഞ്ചായത്ത് ഇതുവരെ മുന്നോട്ട് പോയത് പൂർണ്ണമായിട്ടുള്ള കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യുള്ള പരിപൂർണമായിട്ടുള്ള നാട്ടുകാരുടെ പിന്തുണയോടാണ്. അതുകൊണ്ടാണ് ആ ഒരു പ്രവർത്തനം ഇതുവരെ പോയത്. ഇപ്പം വ്യാപാരികളെ സമരം പ്രക്ഷോഭങ്ങൾ അടങ്ങുമ്പോൾ അപ്പോൾ നാട്ടുകാരും അതിന് വേണ്ടിയിട്ട് ഈ സംഗതി നടപ്പിലാക്കാൻ വേണ്ടി നാട്ടുകാരും അടങ്ങേണ്ടി വരും. അതിന് കൃത്യമായിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കി കൃത്യമായി വ്യവസ്ഥാപിതമായ മാർഗത്തിൽ കൂടിയാണ് ഞങ്ങൾ വന്നിട്ട് പഞ്ചായത്തിന് പൂർണ്ണമായി പിന്തുണ അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം മറ്റൊരു കാര്യമുള്ളത് ഇപ്പോൾ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഈ സംഗതി തുടങ്ങിയത് എടവണ്ണപ്പാറ വികസനത്തിൻ്റെ പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അവിടെ ഗതാഗതക്കുരുക്കുണ്ട്, അതുപോലെ തന്നെ DVF ഡാമിൻ്റെ റോഡിൻ്റെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മളെ കേന്ദ്രം, നമ്മളെ നിയന്ത്രണം. നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നതും എടവണ്ണപ്പാറ അങ്ങാടി വികസനത്തിനും അതുപോലെ തന്നെ എടവണ്ണപ്പാറയിലെ ഗതാഗതക്കുരുക്ക്. കമ്മിറ്റിയുടെ ഒരു ഭാരവാഹി കൂടിയായിട്ടുള്ള അമീർ അലി നമ്മോട് പ്രതികരിക്കുകയാണ്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഗ്രാമപഞ്ചായത്തിന് പിന്തുണയാണ് നിങ്ങളുടെ ഈ കമ്മിറ്റിയുമായി വന്നിട്ടുള്ളത്.
എന്നാൽ അത് അതിവേഗം നടപ്പിലാക്കണമെന്നാണോ നിങ്ങൾ ആവശ്യം? അതെ, അതായത് ഈ ട്രാഫിക് ജാമും മറ്റുള്ള ജനങ്ങൾ ബുദ്ധിമുട്ടിന് ഒരു മുൻഗണന കൊടുത്തുകൊണ്ട് എടവണ്ണപ്പാറന്റെ പ്രശ്നം പെട്ടെന്ന് പരിഹരിച്ച് മറ്റുള്ള ചെയ്യണ്ട എന്നുള്ളതിന്റെ അർത്ഥമില്ല. അതായത് എടവണ്ണപ്പാറയിലേക്ക് നമ്മൾ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി സമയം വൈകരുത്, ഇതിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് പെട്ടെന്ന് ഇതാക്കണം എന്നുള്ളതാണ്. വാഴക്കാട് പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട് ഈ വിഷയത്തിന് വേണ്ടിയിട്ട്. അത് എടവണ്ണപ്പാറ കേന്ദ്രീകരിച്ച് എടവണ്ണപ്പാറ കഴിഞ്ഞതിന് ശേഷം മറ്റുള്ള സ്ഥലങ്ങളിൽ അത്ര തന്നെ. അതായത് എടവണ്ണപ്പാറിന്റെ ശേഷം മുൻഗണന കൊടുത്ത് എടവണ്ണപ്പാർക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം പൊളിക്കേണ്ടേ പൊളിക്കും വേണം, എല്ലാത്തിനും വേണം, അതിനെല്ലാം നമ്മൾ സപ്പോർട്ടാണ്. പക്ഷെ മുൻഗണന എടവണ്ണപ്പാറൊക്കെ കൊടുത്ത് അത് കാലങ്ങളോളായിട്ട് അതാണ് കമ്മിറ്റിയുടെ നയം. ഓക്കെ പറഞ്ഞോളൂ, എങ്ങനെയാണ് ഈ ഒരു വികസനത്തെ കാണുന്നത്? ഇതൊരിക്കലും എടവണ്ണപ്പാറയുള്ള കച്ചവടക്കാർക്കെതിരല്ല. എടവണ്ണപ്പാറ കച്ചവട വികസന പ്രവർത്തനങ്ങളും ഉണ്ടാവണമെന്നുള്ള നമ്മുടെയും കൂടി ആവശ്യമാണ്. അപ്പോൾ അവർക്ക് കൂടി സൗകര്യമാകുന്ന രൂപത്തിലേക്ക് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് നമ്മുടെ പക്ഷം. ഒരിക്കലും കച്ചവടക്കാരെ എതിർത്തിട്ടോ അവരെ സൗകര്യങ്ങൾ പ്രയാസപ്പെടുത്തിയിട്ടോ അല്ല. പക്ഷെ അവർക്ക് സ്വാഭാവികമായി അത് അങ്ങനെയാണ് അവർ നിരീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു പൊളി അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനെ പഞ്ചായത്ത് അതിൽ ലാഗ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ആക്ഷേപം നിങ്ങൾക്കുണ്ടോ? പഞ്ചായത്തിന് എന്ത് സപ്പോർട്ടാണ് നിങ്ങൾ ഈ കമ്മിറ്റി നൽകുന്നത്? പഞ്ചായത്ത് എടുക്കുന്ന സർവകക്ഷി യോഗം എടുത്ത തീരുമാനമാണ്. അപ്പോൾ നടപ്പിലാക്കുന്ന സപ്പോർട്ട് ഞങ്ങൾ കൊടുക്കും. ഞങ്ങൾ സപ്പോർട്ട് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്തതായി നമ്മൾ പ്രതികരിക്കുന്നത് മുൻ മെമ്പർ കൂടിയാണ്. ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വിഷയങ്ങളിൽ ഇടപെട്ട് സർക്കാർ സംവിധാനങ്ങളിലേക്കൊക്കെ എല്ലാവിധ പിന്തുണയും നൽകുന്ന ശ്രീ അലി സാഹിബാണ്. ഈ എടവണ്ണപ്പാറ വികസനം അല്ലെങ്കിൽ വാഴക്കാട് പഞ്ചായത്തിലെ അനധികൃത കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യുന്നതിന്റെ ഈ ഒരു പഞ്ചായത്തിന്റെ ഒരു നടപടിയെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പൊതുമരാമത്ത് റോഡിൽ ആദ്യഘട്ടം എന്നുള്ളവർക്ക് പൊതുമരാമത്ത് റോഡിലേക്ക് കടക്കാർ ഇറക്കി കെട്ടിയത്. അവർ ബിൽഡിങ്ങിന് പ്ലാൻ കാണിച്ച് പാർക്കിംഗ് ഏരിയ കാണിച്ച സ്ഥലത്തു നിന്ന് അനധികൃതമായിട്ട് പാർക്കിംഗ് ഒഴിവാക്കി അവിടെയൊക്കെ കച്ചവട സ്ഥാപനങ്ങളേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം അത്തരം സ്ഥാപനങ്ങളൊക്കെ പൊളിച്ചു മാറ്റാൻ വേണ്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേന തീരുമാനം എടുത്ത് നടപ്പിലാക്കുന്നുണ്ട്. അതിൽ ഒന്നാം പ്രയോറിറ്റി കൊടുത്ത എടവണ്ണപ്പാറയിലായിരുന്നു. എടവണ്ണപ്പാറയിൽ അത് പ്രകാരം മാർക്ക് ചെയ്തത് അവർ ഒരു ഭാഗത്തെ റോഡ് മാത്രം പൊളിച്ചു മാറ്റി, ബാക്കി ആളുകൾ റോഡ് പൊളിച്ചു മാറ്റിയിട്ട് റോഡിൽ ഇറക്കി കെട്ടി പൊളിച്ചു മാറ്റിയില്ല. അതോടൊപ്പം എടവണ്ണപ്പാറ തൊട്ട് ആക്കോട് വരെയുള്ള പൊതുമരാമത്ത് റോഡിലുള്ള ഭാഗങ്ങളിലും ഇതുപോലെ മാർക്ക് ചെയ്ത് ചില സ്ഥലങ്ങളിലൊക്കെ ആളുകൾ സ്വയം ബിൽഡിംഗ് ഓണർമാർ തന്നെ. ഇപ്പോൾ ഇവിടെ വാഴക്കാട് ദാറുലും അസോസിയേഷൻ്റെ കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന ഒരു മേൽക്കൂര, ആ മേൽക്കൂര ബിൽഡിങ്ങിൻ്റെ ദാറുലും അസോസിയേഷൻ്റെ ആളുകൾ തന്നെ പോയിട്ട് അത് പൊളിച്ചു മാറ്റി. ദാറുലും അറബി കോളേജിൻ്റെ അവിടെ ഉള്ള ഒരു വെള്ളം ഒലിച്ചു വരാതൊക്കെ വേണ്ടി ഒരു മതിൽ കെട്ടിയിട്ടുണ്ട്. അതിൽ ഇവർ മാർക്ക് ചെയ്ത് ആ മതിൽ പോലും അവർ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ ആ രീതിയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഇപ്പോൾ ചീനി ബസാറിൽ തന്നെ കണ്ടാൽ അറിയാം, അത് പൂർത്തീകരിച്ചില്ല. എന്നാലും റോഡിൽ ഇറങ്ങിയുള്ള കച്ചവടങ്ങളൊക്കെ പിറകോട്ട് പോയി, ആ ഒരു വളവൊക്കെ നിന്നു. അതുപോലെ ഓരോ പ്രദേശവും ഇതുപോലെ ക്ലീനായി വരുമ്പോൾ ആളുകൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് വാഴക്കാട് പറയുകയാണെങ്കിൽ വാഴക്കാട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പോകുന്ന റോഡിൽ നടക്കാൻ പോലും വഴിയില്ലാത്ത സ്ഥലം, അതും ഒരു ഭാഗമാണ്. അതോടൊപ്പം തന്നെയാണ് അതുപോലെയാണ് എടവണ്ണപ്പാറയിൽ ചാലിയപ്പുറം സ്കൂളുണ്ട്. അതുപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ വിദ്യാർത്ഥികൾ റോഡിൻ്റെ സൈഡിലൂടെ നടക്കാൻ പോലും സൗകര്യമില്ല. ഇപ്പോൾ വാഴക്കാട് റോഡിൽ ഇനിയും അത് ചെയ്തത് പോരായി കണ്ട് എന്നുള്ളതല്ല, അത് പൊളിച്ച് മാറ്റിയ കച്ചവടം ഒഴിവാക്കിയ സ്ഥലങ്ങളിലെ തറ അവരെ ഒരു 1.5 മീറ്ററൊക്കെ ഉയരത്തിലുള്ളത് അതുകൂടി പൊളിച്ച് മാറ്റി അവിടെ കഴിഞ്ഞ നമ്മൾ ചേർന്ന റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയം പറഞ്ഞതാണ്. ആ തറയും കൂടി പൊളിച്ച് അവിടെ പാർക്കിങ്ങിന് അവരെ കടയിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യം ഏർപ്പെടുത്തണം എന്ന് കഴിഞ്ഞ യോഗത്തിൽ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതും പഞ്ചായത്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുവരെയുള്ള ആ സ്പീഡ് ഒന്ന് സ്ലോ ആയോ എന്ന് സംശയമുള്ളതുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ കാണാൻ വേണ്ടി പ്രസിഡന്റിനെ കണ്ട് ഈ കാര്യങ്ങൾ ധരിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. അതിന് പഞ്ചായത്തിന്റെ ഈ ശ്രമത്തിന് എല്ലാവിധ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് അറിയിക്കാം. ഗ്രാമപഞ്ചായത്ത് തുടങ്ങിയ ഈ ഒരു പ്രവർത്തനം ലാഗായി പോകുന്നുണ്ടോ, വൈകി പോകുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ഒരു ആശങ്ക നാട്ടുകാർക്കുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ എതിർപ്പുകൾക്ക് മാനിച്ച് അത് നിർത്തിവെക്കരുത് എന്ന് ആവശ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു സംഘം വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും വൈസ് പ്രസിഡന്റിനെയും എല്ലാം കാണാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.